നെക്സ്റ്റ് റാൻഡമൈസേഷൻ. ഫസ്റ്റ് റാൻഡമൈസേഷന് മുന്നേ സെറ്റ് റൗണ്ട് വൈസ് ലോക്കൽ ബോഡി സെലക്ഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. റൗണ്ട് വൈസ് റാൻഡമൈസേഷൻ സെറ്റിംഗ് ചെയ്യുന്നത് ഓരോ എംപ്ലോയിക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള പോളിംഗ് ബൂത്തിൽ പോസ്റ്റിംഗ് ലഭിക്കുന്നതിന് വേണ്ടിയാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ മാനന്തവാടി ബ്ലോക്ക് എടുക്കുകയാണ്. മാനന്തവാടി ബ്ലോക്കിലേക്ക് ഫസ്റ്റ് റൗണ്ട് 1 ലോക്കൽ ബോഡി എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയാണ്. എന്ന് വെച്ചാൽ മാനന്തവാടി ബ്ലോക്കിലേക്ക് പോസ്റ്റിംഗ് ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ്. സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിൽ സഫിഷ്യന്റ് എംപ്ലോയീസിന് ലഭ്യമായിട്ടില്ല എങ്കിൽ നെക്സ്റ്റ് റൗണ്ട് 2 ലോക്കൽ ബോഡിയായ പനമരം ബ്ലോക്കിൽ നിന്നും എംപ്ലോയീസിനെ എടുക്കുന്നതാണ്. പനമരം ബ്ലോക്കിൽ നിന്നും സഫിഷ്യന്റ് എംപ്ലോയീസിന് ലഭ്യമായിട്ടില്ല എങ്കിൽ റൗണ്ട് 3 ലോക്കൽ ബോഡിയായ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ നിന്നും എംപ്ലോയീസിനെ മാനന്തവാടി ബ്ലോക്കിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പ്രിഫറൻസ് സെറ്റ് ചെയ്തിരിക്കുന്ന റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ഈ 3 ലോക്കൽ ബോഡിയിൽ നിന്നും സഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ മാനന്തവാടി ബ്ലോക്കിലേക്ക് ലഭ്യമായിട്ടില്ല എങ്കിൽ വേറെ ഏതെങ്കിലും ലോക്കൽ ബോഡിയിൽ നിന്നും സിസ്റ്റം ഓട്ടോമാറ്റിക്കലി മാനന്തവാടി ബ്ലോക്കിലേക്ക് എംപ്ലോയിനെ പോസ്റ്റ് ചെയ്യുന്നതാണ്. രണ്ടാമതായിട്ട് സുൽത്താൻ ബത്തേരി നോക്കാം. സുൽത്താൻ ബത്തേരി ബ്ലോക്കിലേക്ക് ഇവിടെ പ്രിഫറൻസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാനന്തവാടി മുനിസിപ്പാലിറ്റി, സെക്കൻഡ് പനമരം ബ്ലോക്ക്, തേർഡ് മാനന്തവാടി ബ്ലോക്ക്. സുൽത്താൻ ബത്തേരി ബ്ലോക്കിലേക്ക് ഫസ്റ്റ് മാനന്തവാടി മുനിസിപ്പാലിറ്റിയിൽ നിന്നുള്ള എംപ്ലോയീസിനെ ആയിരിക്കും ഫസ്റ്റ് പോസ്റ്റ് ചെയ്യുക. സഫിഷ്യന്റ് എംപ്ലോയീസിനെ ലഭ്യമായിട്ടില്ല എങ്കിൽ സിസ്റ്റം ഓട്ടോമാറ്റിക്കലി പനമരം ബ്ലോക്കിൽ നിന്നുള്ള എംപ്ലോയീസിനെ പോസ്റ്റ് ചെയ്യും. അവിടെ നിന്നും സഫിഷ്യന്റ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ലഭ്യമായിട്ടില്ല എങ്കിൽ മാനന്തവാടി ബ്ലോക്കിൽ നിന്നും എംപ്ലോയീസിനെ സുൽത്താൻ ബത്തേരി ബ്ലോക്കിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതാണ്. ഈ പ്രിഫറൻസ് സെറ്റ് ചെയ്യുന്നത് എംപ്ലോയീസിന് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ പോസ്റ്റിംഗ് ലഭ്യമാവുന്നതിന് വേണ്ടിയിട്ടാണ്. ആഡ് ന്യൂ ബട്ടൺ ഉപയോഗിച്ച് ഓരോ ലോക്കൽ ബോഡിക്കും കൺവീനിയൻ്റ് ആയിട്ടുള്ള റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ലോക്കൽ ബോഡീസിനെ ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വർക്കിംഗ് ആണോ റെസിഡൻഷ്യൽ ആണോ എന്നും കൂടി ചൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ റൗണ്ട് 1, റൗണ്ട് 2, റൗണ്ട് 3 ഈ ലോക്കൽ ബോഡിയുടെ അണ്ടറിൽ റെസിഡൻഷ്യൽ ആയിട്ടുള്ള എംപ്ലോയീസിനെ ആണോ ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ വർക്കിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിനെ ആണോ പോസ്റ്റിങ്ങിന് ചൂസ് ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ റെസിഡൻഷ്യൽ ആയിട്ടുള്ളതാണ് ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. ദെൻ ജെൻഡർ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. മെയിൽ ഉള്ളിയായിട്ടും ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓൾ ജെൻഡേഴ്സും ചൂസ് ചെയ്ത് സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം ഇതുപോലെ ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഓരോ ലോക്കൽ ബോഡിയുടെയും പ്രിഫറൻസ് സെറ്റ് ചെയ്ത ശേഷം വേണമെങ്കിൽ സെറ്റ് ലോക്കൽ ബോഡി എടുത്ത് പ്രിഫറൻസ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഫസ്റ്റ് റാൻഡമൈസേഷൻ ചെയ്യുന്നതിന് മുന്നേ ഈ പ്രിഫറൻസ് സെറ്റ് ചെയ്യേണ്ടതാണ്. പ്രിഫറൻസ് സെറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രിഫറൻസ് സെറ്റ് ചെയ്ത ശേഷം റാൻഡമൈസേഷൻ ഫസ്റ്റ് റാൻഡമൈസേഷനിലേക്ക് വരിക. ഫസ്റ്റ് റാൻഡമൈസേഷൻ വരുമ്പോൾ ഇവിടെ ഓരോ ലോക്കൽ ബോഡിയുടെയും പോളിംഗ് സ്റ്റേഷൻ്റെ കൗണ്ട്, റിസർവേഷൻ ഫസ്റ്റ് റാൻഡമൈസേഷൻ വരുമ്പോൾ റിസർവേഷൻ 40% ആണ്. സെക്കൻഡ് റാൻഡമൈസേഷന് റിസർവേഷൻ 20% ആണ്. റിസർവേഷൻ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഫസ്റ്റ് റിസർവ് പെർസെൻറ്റേജ് ഫസ്റ്റ് റാൻഡമൈസേഷൻ, അതുപോലെ തന്നെ ജെൻഡർ, പോളിംഗ് പാർട്ടി റിസർവ് പെർസെൻറ്റേജ്, സെക്കൻഡ് റാൻഡമൈസേഷന് മുന്നേ റിസർവ് പെർസെൻറ്റേജ് എത്ര വേണം അതും സെറ്റ് ചെയ്യാവുന്നതാണ്. മെയിൽ എംപ്ലോയി പ്രിഫേർഡ് ഫോർ ഫസ്റ്റ് റാൻഡമൈസേഷൻ ഇത് എനേബിൾ ആക്കിയാൽ ഫസ്റ്റ് റാൻഡമൈസേഷൻ സമയത്ത് മെയിൽ എംപ്ലോയീസിനെല്ലാം ഫസ്റ്റ് പോസ്റ്റ് ചെയ്യും. അവർക്കായിരിക്കും കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. ഇത് എനേബിൾ ആക്കി കൊടുക്കുമ്പോൾ സഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇല്ല എങ്കിൽ ആദ്യഘട്ടങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നത് മുഴുവനും മെയിൽ എംപ്ലോയീസിനെ ആയിരിക്കും. ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഫീമെയിൽസ് ഉള്ളി അല്ലെങ്കിൽ ഫീമെയിൽ ഉള്ളി പോളിംഗ് സ്റ്റേഷൻസ് ആയി മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എംപ്ലോയീസിന്റെ സ്ട്രെങ്ത് നോക്കിയിട്ട് വേണം ഇത് എനേബിൾ ആക്കാൻ. അപ്ഡേറ്റ് ചെയ്യാം. ഫസ്റ്റ് റാൻഡമൈസേഷൻ പേജിൽ വന്നാൽ ഓരോ ലോക്കൽ ബോഡിയുടെ പേര്, ഓരോ ലോക്കൽ ബോഡിയുടെ പോളിംഗ് സ്റ്റേഷന്റെ എണ്ണം, അതുപോലെ തന്നെ റിസർവ് പെർസെൻറ്റേജ്, പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസേഴ്സ് എന്നിവ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ 28 പോളിംഗ് സ്റ്റേഷൻസ് ആണ് ഉള്ളത്. പ്ലസ് 40% റിസർവ്, അതും കൂട്ടിയിട്ടാണ് 40 പ്രിസൈഡിംഗ് ഓഫീസർ, 40 ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ആൻഡ് 80 പോളിംഗ് ഓഫീസേഴ്സ് എന്നൊരു കൗണ്ട് വന്നത്. റിക്വയർഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഇതുവഴി കാണാവുന്നതാണ്. വ്യൂ സമ്മറി എടുത്താൽ അവൈലബിൾ ആയിട്ടുള്ള ഓഫീസേഴ്സിന്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും. അതുപോലെ തന്നെ റിക്വയർഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിന്റെ എണ്ണവും കാണാൻ കഴിയും. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള എംപ്ലോയീസിനെ ലഭ്യമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഏതെങ്കിലും കാറ്റഗറിയിൽ ആവശ്യമായ എംപ്ലോയീസിന് ലഭ്യമായിട്ടില്ല എങ്കിൽ എക്സസ് ആയിട്ടുള്ള എംപ്ലോയീസിൽ നിന്നും പോളിംഗ് ഡ്യൂട്ടി ചേഞ്ച് ചെയ്ത് നൽകാവുന്നതാണ്. നെക്സ്റ്റ് റാൻഡമൈസേഷൻ പ്രോസസ്സ്. റാൻഡമൈസേഷൻ ചെയ്യുന്നതിനായി റാൻഡമൈസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു കൺഫർമേഷൻ ചോദിക്കും, യെസ്. റാൻഡമൈസേഷൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് കാണിക്കും. ദെൻ വ്യൂ സമ്മറി എടുക്കാം. വ്യൂ സമ്മറി എടുക്കുമ്പോൾ സ്റ്റാറ്റസ് എല്ലാം സക്സസ് ആണ്, സഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കാണാൻ പറ്റും അവൈലബിൾ 1222, റിക്വയർഡ് ആയിട്ടുള്ള 1190 ആണ്, പോസ്റ്റഡ് മെയിൽ, പോസ്റ്റഡ് ഫീമെയിൽ, ടോട്ടൽ പോസ്റ്റഡ് 1190. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓരോ ലോക്കൽ ബോഡിയുടെ അണ്ടറിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള, അപ്പോൾ ടോട്ടൽ പോളിംഗ് സ്റ്റേഷൻ 28, റിസർവ്ഡ് പോളിംഗ് പാർട്ടി 12. അതുപോലെ തന്നെ ഓരോ ലോക്കൽ ബോഡിയുടെ അണ്ടറിൽ പോസ്റ്റിംഗ് കിട്ടിയ എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസും ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ 28 പോളിംഗ് സ്റ്റേഷൻസ് ആണുള്ളത്. റിസർവ്ഡ് പോളിംഗ് പാർട്ടി 12 ആണ്. PRO മെയിൽ പോസ്റ്റഡ് 11, ഫീമെയിൽ പോസ്റ്റഡ് 29, ടോട്ടൽ PRO പോസ്റ്റഡ് 14. അതുപോലെ തന്നെ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ 30, 27, ടോട്ടൽ ഫസ്റ്റ് പോളിംഗ് ഓഫീസർ 40. ഓവറോൾ ഡീറ്റെയിൽസും സബ് ടോട്ടലും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. എത്ര വട്ടം വേണമെങ്കിലും റാൻഡമൈസേഷൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാവുന്നതാണ്. വ്യൂ ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ഈ ഡിസ്ട്രിക്റ്റിന്റെ അണ്ടറിൽ വരുന്ന ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പോസ്റ്റിംഗ് ലഭ്യമായിട്ടുള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പൊ നോക്കുകയാണെങ്കിൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ കൽപ്പറ്റ എന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ഒരു എംപ്ലോയിക്ക് ഒരു പോളിംഗ് ഓഫീസറാണ് റാൻഡമൈസേഷൻ വഴി ലഭ്യമായിട്ടുള്ള. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ട്രിക്റ്റിന്റെ അണ്ടറിൽ വരുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനിലെയും പോസ്റ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് ഇതുവഴി കാണാൻ സാധിക്കുന്നതാണ്. എത്ര വട്ടം വേണമെങ്കിൽ റാൻഡമൈസേഷൻ ചെയ്യാവുന്നതാണ്. ഓരോ വട്ടം റാൻഡമൈസേഷൻ ചെയ്യുമ്പോഴും വ്യൂ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിലെ പോസ്റ്റിംഗ് ലഭ്യമായിട്ടുള്ള എംപ്ലോയീസിന്റെ കൗണ്ട് ചേഞ്ച് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതാണ്. റാൻഡമൈസേഷൻ റീസെറ്റ് ചെയ്യാനായിട്ട് റീസെറ്റ് റാൻഡമൈസേഷൻ കൊടുക്കുക, യെസ് കൊടുക്കുക. വ്യൂ സമ്മറി എടുക്കുമ്പോൾ ഇത് റാൻഡമൈസേഷൻ ഇപ്പം എല്ലാ കൗണ്ടും 0 ആണ് എന്ന് വെച്ചാൽ നമ്മൾ റാൻഡമൈസേഷൻ റീസെറ്റ് ചെയ്തു. വ്യൂ ഡീറ്റെയിൽസിലും ഫസ്റ്റ് റാൻഡമൈസേഷൻ നോട്ട് ഡൺ. റാൻഡമൈസ് ചെയ്യാം. റാൻഡമൈസേഷൻ സക്സസ്. വ്യൂ സമ്മറി നോക്കുമ്പോൾ പോസ്റ്റഡ് എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാൻ സാധിക്കുന്നതാണ്. വ്യൂ ഡീറ്റെയിൽസിൽ നേരത്തെ വന്ന അതേ കൗണ്ട് ആയിരിക്കത്തില്ല ഇപ്പം കാണിക്കുന്നത്. ഓരോ റാൻഡമൈസേഷനും എംപ്ലോയീസിന് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. അതുപോലെ തന്നെ പ്രോസസ് ലോഗ് കാണാൻ സാധിക്കുന്നതാണ്. പ്രോസസ് ലോഗ് എടുക്കുകയാണെങ്കിൽ ഓരോ ബ്ലോക്കിൽ നിന്നും പോസ്റ്റിങ്ങിന് ലഭ്യമായിട്ടുള്ള എംപ്ലോയീസിന്റെ കൗണ്ട് ഇതിൽ കാണാൻ സാധിക്കുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണ്. റാൻഡമൈസേഷൻ സക്സസ് ആണെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഫ്രീസ് ചെയ്യാവുന്നതാണ്. ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. വ്യൂ സമ്മറിയും വ്യൂ ഡീറ്റെയിൽസും മാത്രമേ കാണാൻ സാധിക്കൂ. ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ആക്ടിവിറ്റി ട്രെയിനിങ് ഷെഡ്യൂൾ ചെയ്യുക എന്നതാണ്. ട്രെയിനിങ് ഷെഡ്യൂൾ അപ്രൂവ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ ഫസ്റ്റ് പോസ്റ്റിംഗ് ഓർഡർ പബ്ലിഷ് ചെയ്യാൻ പാടുള്ളൂ. ട്രെയിനിങ് ഷെഡ്യൂൾ ചെയ്യാതെ പബ്ലിഷ് ഫസ്റ്റ് അപ്പോയിൻമെന്റ് ഓർഡർ കൊടുത്തു നോക്കാം. ഓർഡർ പബ്ലിഷ് പോസിബിൾ ഓൺലി ആഫ്റ്റർ ഫസ്റ്റ് ട്രെയിനിങ് പ്ലാൻ അപ്രൂവ്ഡ് എന്നൊരു എറർ മെസ്സേജ് കാണിക്കുന്നതാണ്. എന്ന് വെച്ചാൽ റാൻഡമൈസേഷൻ കഴിഞ്ഞ് ട്രെയിനിങ് ഷെഡ്യൂൾ അപ്രൂവ് ചെയ്താൽ മാത്രമേ അപ്പോയിൻമെന്റ് ഓർഡർ പബ്ലിഷ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ട്രെയിനിങ് ഷെഡ്യൂൾ ചെയ്യാനായിട്ട് ട്രെയിനിങ് ഷെഡ്യൂൾ ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ലെവൽ ട്രെയിനിങ് ഷെഡ്യൂൾ. ഇതിൽ ഓരോ ലോക്കൽ ബോഡിയുടെയും ട്രെയിനിങ് നടക്കുന്ന വെന്യൂ, റൂം കപ്പാസിറ്റി, ട്രെയിനിങ്ങിന്റെ ഡേറ്റ്, ടൈം എന്നിവ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ റെഡ് കളറിൽ കാണിക്കുന്നത് ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിഞ്ഞ് ട്രെയിനിങ് നൽകേണ്ട എംപ്ലോയീസിന്റെ കൗണ്ടാണ്. കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിൽ ട്രെയിനിങ് നൽകേണ്ടത് 80 ഓഫീസേഴ്സിനാണ്. അവിടെ റൂമിന്റെ കപ്പാസിറ്റി 100 ഉണ്ട്. ഇപ്പോൾ ഒന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ കപ്പാസിറ്റി 50 ഉള്ളൂ. റിക്വയർഡ് കപ്പാസിറ്റി 18 എംപ്ലോയീസിന് ട്രെയിനിങ് നൽകണം. പക്ഷേ
റൂമിൻ്റെ കപ്പാസിറ്റി 50 ഉള്ളൂ. എന്നാൽ നമുക്ക് ട്രെയിനിങ് പ്ലാൻ അപ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ എല്ലാം ഗ്രീൻ ആയാൽ മാത്രമേ ട്രെയിനിങ് പ്ലാൻ അപ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതിനു വേണ്ടി നമുക്കൊരു റൂം ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് റൂം കൊടുക്കുക. കൽപ്പറ്റ മുനിസിപ്പാലിറ്റി. ട്രെയിനിങ്ങിൻ്റെ വെന്യൂ ഓൾറെഡി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ട്രെയിനിങ് വെന്യൂവിൽ എൻട്രി ചെയ്ത് കൊടുത്തിട്ടുള്ള എല്ലാ വെന്യൂസും ലിസ്റ്റ് ചെയ്ത് വരുന്നതാണ്. ഇതിൽ നിന്ന് കൺസേൺഡ് ലോക്കൽ ബോഡിയുടെ വെന്യൂ ചൂസ് ചെയ്യുക. റൂമിൻ്റെ നെയിം കൊടുക്കുക. കപ്പാസിറ്റി കൊടുക്കുക. ട്രെയിനിങ്ങിൻ്റെ ഡേറ്റ് കൊടുക്കുക. ടൈം കൊടുക്കുക. ദെൻ സേവ് ചെയ്യുക. നെക്സ്റ്റ് ആ റൂം ഇവിടെ ലിസ്റ്റ് ചെയ്ത് വന്നു. ഇപ്പോൾ ടോട്ടൽ കപ്പാസിറ്റി 100 ആയി. റിക്വയർഡ് കപ്പാസിറ്റി 80 എംപ്ലോയീസിന് ട്രെയിനിങ് നൽകിയാൽ മതി. 100 എംപ്ലോയീസിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ഗ്രീനായി. ഓരോ ലോക്കൽ ബോഡിയുടെയും ട്രെയിനിങ് വെന്യൂ കപ്പാസിറ്റി സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ സമ്മറി ഓഫ് ട്രെയിനീസ്, ബ്ലോക്ക് വൈസുള്ള ട്രെയിനീസിൻ്റെ സമ്മറി ലഭ്യമാകുന്നതാണ്. ഓരോ ബ്ലോക്ക് അല്ലെങ്കിൽ അർബൻ ലോക്കൽ ബോഡിയിലേക്ക് ട്രെയിനിങ് കൊടുക്കേണ്ട എംപ്ലോയീസിൻ്റെ കൗണ്ടാണ്, ടോട്ടൽ കൗണ്ട് ഇതിൽ കാണിച്ചിട്ടുണ്ട്. ഇതിനനുസരിച്ച് വേണം റൂമിൻ്റെ കപ്പാസിറ്റി സെറ്റ് ചെയ്യാനായിട്ട്. ഇതെല്ലാം ഗ്രീൻ ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് അപ്രൂവ് ഫസ്റ്റ് ട്രെയിനിങ് ഷെഡ്യൂൾ. എല്ലാ റൂം കപ്പാസിറ്റിയും ഗ്രീൻ ആയി കാണിച്ചാൽ മാത്രമേ ഇവിടെ അപ്രൂവ് ബട്ടൺ എനേബിൾ ആയി വരത്തുള്ളൂ. എല്ലാ എംപ്ലോയീസിനും ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടി എംപ്ലോയീസിൻ്റെ കൗണ്ടിനനുസരിച്ച് ട്രെയിനിങ് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്രൂവ് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും വെന്യൂവിൽ ചേഞ്ച് ഉണ്ട് എങ്കിൽ റീസെറ്റ് ട്രെയിനിങ് അപ്രൂവൽ നൽകി റീസെറ്റ് ചെയ്ത ശേഷം ട്രെയിനിങ് ഷെഡ്യൂൾ വന്ന് ഫസ്റ്റ് ലെവൽ ട്രെയിനിങ് ഷെഡ്യൂൾ എഡിറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാം ഓക്കെ ആണെങ്കിൽ ഫസ്റ്റ് ട്രെയിനിങ് ഷെഡ്യൂൾ അപ്രൂവ് ചെയ്യാവുന്നതാണ്. വൺസ് ട്രെയിനിങ് ഷെഡ്യൂൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻ ബട്ടണിൽ മെനൂസ് ഒന്നും ഉണ്ടാവില്ല. എഡിറ്റ് ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കുന്നതല്ല. ട്രെയിനിങ് ഷെഡ്യൂൾ അപ്രൂവ് ചെയ്തതിന് ശേഷം മാസ്റ്റർ ഡീറ്റെയിൽസ് പബ്ലിഷ് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഓർഡർ എനേബിൾ ആക്കി സബ്മിറ്റ് ചെയ്യുക. ഫസ്റ്റ് ഓർഡർ പബ്ലിഷ് എനേബിൾ ആക്കിയാൽ മാത്രമേ കൺസേൺഡ് ലോക്കൽ ബോഡിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ലോഗിനിൽ പോസ്റ്റിംഗ് ഓർഡേഴ്സ് ലഭ്യമാവുകയുള്ളൂ. ഫസ്റ്റ് പോസ്റ്റിംഗ് ഓർഡർ പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ അറ്റൻഡൻസ് റിപ്പോർട്ടും പോസ്റ്റിംഗ് ഓർഡറും ഡൗൺലോഡ് ചെയ്ത് റാൻഡമായിട്ട് ചെക്ക് ചെയ്ത് എല്ലാം ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിഞ്ഞാൽ ഫസ്റ്റ് റാൻഡമൈസേഷൻ ബ്ലോക്ക് വൈസ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓരോ ബ്ലോക്കിലെയും കൺസേൺഡ് ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഓരോ ബ്ലോക്കിൻ്റെയും ഫസ്റ്റ് പോസ്റ്റിംഗ് ഓർഡർ ഡൗൺലോഡ് ചെയ്ത് വരുന്നതാണ്. പോസ്റ്റിംഗ് ഓർഡറിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനും നൽകേണ്ട കവറിംഗ് ലെറ്റർ കൂടാതെ അക്നോളജ്മെൻറ്റ് റെസിപ്റ്റും ഫോം 15 ഉണ്ടായിരിക്കുന്നതാണ്. കൂടാതെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ എംപ്ലോയീസ് അടങ്ങുന്ന ഒരു ലിസ്റ്റും ഓരോ എംപ്ലോയീസിൻ്റെയും പോസ്റ്റിംഗ് ഓർഡറും ലഭ്യമാകുന്നതാണ്. പ്രിസൈഡിംഗ് ഓഫീസർക്കും ഫസ്റ്റ് പോളിംഗ് ഓഫീസർക്കും ട്രെയിനിങ് ഉണ്ട്. അതുകൊണ്ട് അവരുടെ പോസ്റ്റിംഗ് ഓർഡറിൽ ട്രെയിനിങ്ങിൻ്റെ ഡേറ്റ്, ടൈം, പ്ലേസ് ഓഫ് ട്രെയിനിങ് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. പോളിംഗ് ഓഫീസേഴ്സിന് ട്രെയിനിങ് ഇല്ല. ആയതിനാൽ പോളിംഗ് ഓഫീസേഴ്സിൻ്റെ പോസ്റ്റിംഗ് ഓർഡറിൽ ട്രെയിനിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതല്ല. റിപ്പോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഡേറ്റ എൻട്രി സ്റ്റാറ്റസ് റിപ്പോർട്ട് ലഭ്യമാകുന്നതാണ്. ഫസ്റ്റ് റാൻഡമൈസേഷന് മുന്നേ തന്നെ ഓരോ ലോക്കൽ ബോഡിയുടെയും ഡേറ്റ എൻട്രി സ്റ്റാറ്റസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രിൽ ഡൗൺ ഡേറ്റ. ഫസ്റ്റ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയാണ്. ലോക്കൽ ബോഡി വൈസുള്ള ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. കൽപ്പറ്റ മുനിസിപ്പാലിറ്റി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയുടെ അണ്ടറിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസുള്ള ഡീറ്റെയിൽസ് ലഭ്യമാകുന്നതാണ്. അപ്രൂവ്ഡ് ആണോ, ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ്ഡ് ആണോ, ഫൈനൽ സബ്മിഷൻ കംപ്ലീറ്റ് ആയ അവരുടെ ടോട്ടൽ സ്ട്രെങ്ത് എത്രയാണ്, ഡേറ്റ എൻട്രി പെർസെൻറ്റേജ് എത്രയാണ്, അതെല്ലാം ഈ ഡേറ്റ വഴി നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അണ്ടറിൽ എംപ്ലോയീസിൻ്റെ സ്ട്രെങ്തും ലഭ്യമാകുന്നതാണ്. നെക്സ്റ്റ് റിസർവ് ഒഫീഷ്യൽസ്. റിസർവ് ഒഫീഷ്യൽസൊക്കെ സെക്കൻഡ് റാൻഡമൈസേഷൻ കഴിഞ്ഞാണ്. ഐ കാർഡും സെക്കൻഡ് റാൻഡമൈസേഷൻ കഴിഞ്ഞാണ് ലഭ്യമാകുക. ഫോം 14 ബ്ലാങ്ക് ആയിട്ടുള്ള ഫൈനൽ പോസ്റ്റിംഗ് ഓർഡറാണ് ലഭ്യമാകുക. പെൻഡിംഗ് ലിസ്റ്റ്.
ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിഞ്ഞ ശേഷം ഏതെങ്കിലും എംപ്ലോയി എപ്പിക് നമ്പറോ ബാങ്ക് ഡീറ്റെയിൽസോ എംപ്ലോയിയുടെ ഫോട്ടോയോ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുക, ഫസ്റ്റ് റാൻഡമൈസേഷൻ കൊടുക്കുക, ഫേസ് ചൂസ് ചെയ്യുക, ലിസ്റ്റ് ഓഫീസേഴ്സ്. ഇത്രയും ഓഫീസേഴ്സ് ബാങ്ക് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. എംപ്ലോയീസിൻ്റെ മൊബൈൽ നമ്പർ ഉണ്ട്, അതുവഴി എംപ്ലോയീസിനെ കോൺടാക്ട് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യാൻ പറയാവുന്നതാണ്. ട്രെയിനിങ്ങിൻ്റെ അറ്റൻഡൻസ് റിപ്പോർട്ട് എന്ന ടാബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിഞ്ഞ് പോസ്റ്റിംഗ് ക്യാൻസൽ റിക്വസ്റ്റ് വന്നാൽ എങ്ങനെയാണ് ക്യാൻസൽ ചെയ്യുന്നത് നോക്കാം. അങ്ങനെ പ്രീ പോസ്റ്റിംഗ് എന്ന ടാബ് ക്ലിക്ക് ചെയ്യുക, എംപ്ലോയി മാനേജ്മെൻറ്റ് എടുക്കുക. എംപ്ലോയി മാനേജ്മെൻറ്റിൽ ആ ഡിസ്ട്രിക്റ്റിലെ എല്ലാ എംപ്ലോയീസിനെയും ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. സെർച്ച് ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് എംപ്ലോയീസിൻ്റെ ID, നെയിം, മൊബൈൽ നമ്പർ അങ്ങനെ പല വിധത്തിൽ ഫിൽട്ടർ ചെയ്ത് എടുക്കാവുന്നതാണ്. എംപ്ലോയീസിൻ്റെ മൊബൈൽ നമ്പർ വെച്ച് ഫിൽട്ടർ ചെയ്യാണ്. എംപ്ലോയിയെ ഫിൽട്ടർ ചെയ്തെടുത്ത ശേഷം ആക്ഷനിലെ മെനു ബട്ടണിൽ എംപ്ലോയിയെ എക്സെംപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫസ്റ്റ് പോസ്റ്റിംഗ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ക്യാൻസൽ എക്സംഷൻ. ഓൾറെഡി എക്സംഷൻ മാർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയി ആണെങ്കിൽ ആ എംപ്ലോയിയുടെ എക്സംഷൻ ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ എംപ്ലോയിയുടെ മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യാം, ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് യൂസ് ചെയ്യാനും സാധിക്കും. എക്സെംപ്റ്റ് കൊടുക്കുകയാണെങ്കിൽ എക്സംഷൻ മാർക്ക് ചെയ്യേണ്ടതാണ്, അതിൻ്റെ റീസണും അടുത്ത് സേവ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് ഫസ്റ്റ് പോസ്റ്റിംഗ് ക്യാൻസൽ ചെയ്യുന്നതിന് റിമാർക്സ് കൊടുത്ത് സേവ് ചെയ്താൽ മതിയാവും. എക്സംപ്റ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി ആണെങ്കിൽ എക്സംഷൻ ക്യാൻസൽ ചെയ്യാനും സാധിക്കുന്നതാണ്. എംപ്ലോയിയുടെ മൊബൈൽ നമ്പറും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിഞ്ഞ് പോസ്റ്റിംഗ് ക്യാൻസൽ ചെയ്ത എല്ലാ എംപ്ലോയീസും പ്രീ പോസ്റ്റിംഗിൽ ക്യാൻസലേഷൻ റിപ്പോർട്ടിൽ പോസ്റ്റിംഗ് ക്യാൻസലേഷൻ എന്ന മെനുവിൽ ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. ഓരോ എംപ്ലോയിയുടെയും ആക്ഷനിലെ മെനു ബട്ടണിൽ പബ്ലിഷ്, റിവോക്ക് എന്നീ 2 ഓപ്ഷനുകൾ ഉണ്ട്. പബ്ലിഷ് എന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് പബ്ലിഷ് കൺഫേം ചെയ്താൽ കൺസേൺഡ് എംപ്ലോയിയുടെ പ്രൊഫൈൽ പേജിൽ ക്യാൻസലേഷൻ റിപ്പോർട്ട് ലഭ്യമാകുന്നതാണ്. റിവോക്ക് ആണ് ചെയ്യുന്നതെങ്കിൽ അവരുടെ പോസ്റ്റിംഗ് ക്യാൻസലേഷൻ റിവോക്ക് ചെയ്യപ്പെടും. റിവേർട്ട് ക്യാൻസലേഷൻ, ആളുടെ പോസ്റ്റിംഗ് ക്യാൻസലേഷൻ റിവോക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റിപ്പോർട്ടിൽ വന്നാൽ ഫസ്റ്റ് ക്യാൻസലേഷൻ ഓർഡർ, ഫസ്റ്റ് റാൻഡമൈസേഷൻ ക്യാൻസൽ ഡേറ്റ് ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസത്തെ ക്യാൻസലേഷൻ ഓർഡർ എല്ലാം ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ക്യാൻസലേഷൻ ലിസ്റ്റിൻ്റെ വ്യൂ ആണ്, ഡേറ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക, ഡൗൺലോഡ് ചെയ്യുക. നെക്സ്റ്റ് ഫസ്റ്റ് ക്യാൻസൽ ലിസ്റ്റ്, ആ ഡേറ്റിൽ പോസ്റ്റിംഗ് ക്യാൻസൽ ചെയ്ത എല്ലാ എംപ്ലോയീസിനെയും ലിസ്റ്റ് ചെയ്ത് കാണിക്കുന്നതാണ്. PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസ്. ഫസ്റ്റ് റാൻഡമൈസേഷൻ്റെ റിപ്പോർട്ട് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിഞ്ഞിട്ടുള്ള പോസ്റ്റിംഗ് ഓർഡർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെർവ് ചെയ്തോ ഇല്ലയോ എന്ന ഡീറ്റെയിൽസും നമുക്ക് ഇതിൽ നിന്ന് കാണാവുന്നതാണ്. ഫസ്റ്റ് റാൻഡമൈസേഷന് മുന്നേ സെറ്റ് റൗണ്ട് ലോക്കൽ ബോഡി സെലക്ഷൻ ചെയ്തിരിക്കണം. നെക്സ്റ്റ് ഫസ്റ്റ് റാൻഡമൈസേഷൻ പ്രോസസ്സ്, റാൻഡമൈസേഷന് ശേഷം വ്യൂ സമ്മറി നോക്കി സഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസിന് ലഭ്യമായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഫ്രീസ് ചെയ്യുക. റാൻഡമൈസേഷൻ ഫ്രീസ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ലെവൽ ട്രെയിനിങ് ഷെഡ്യൂൾ ചെയ്യുക. നെക്സ്റ്റ് അപ്രൂവ് ഫസ്റ്റ് ട്രെയിനിങ് ഷെഡ്യൂള്, അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രം മാസ്റ്റർ ഡീറ്റെയിൽസിൽ വന്ന് പബ്ലിഷ് ഫസ്റ്റ് അപ്പോയിൻമെൻറ്റ് ഓർഡർ എനേബിൾ ആക്കി കൊടുക്കുക. ശേഷം റിപ്പോർട്ടിൽ നിന്നും ഫസ്റ്റ് റാൻഡമൈസേഷൻ ബ്ലോക്ക് വൈസ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ട്രെയിനിങ്ങിൻ്റെ അറ്റൻഡൻസ് ഷീറ്റും ഓരോ ബ്ലോക്ക് വൈസ് അല്ലെങ്കിൽ ലോക്കൽ ബോഡി വൈസ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് പോസ്റ്റിംഗ് ക്യാൻസലേഷൻ ആണ്. പ്രീ പോസ്റ്റിംഗിലെ എംപ്ലോയി മാനേജ്മെൻറ്റ് വഴി ഓരോ എംപ്ലോയിയുടെയും ഓപ്ഷൻ, പോസ്റ്റിംഗ് ക്യാൻസൽ എക്സംഷൻ എന്നിവ പോസ്റ്റിംഗ് ക്യാൻസൽ ചെയ്താൽ അതിൻ്റെ റിപ്പോർട്ട് പോസ്റ്റിംഗ് ക്യാൻസലേഷൻ എന്നതിൽ ലഭ്യമാകുന്നതാണ്. അതുപോലെ തന്നെ ആക്ഷനിലെ മെനു ബട്ടണിൽ വന്നിട്ട് ക്യാൻസൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് സെക്കൻഡ് റാൻഡമൈസേഷൻ. സെക്കൻഡ് റാൻഡമൈസേഷൻ ചെയ്യാനായി സെക്കൻഡ് റാൻഡമൈസേഷൻ ജനറേറ്റ് പോളിംഗ് പാർട്ടി ക്ലിക്ക് ചെയ്യുക.
ഓരോ ബ്ലോക്കിലെയും ലോക്കൽ ബോഡി കൗണ്ട്, പോളിംഗ് സ്റ്റേഷൻ കൗണ്ട്, റിസർവ് പെർസെൻറ്റേജ്, ആവശ്യമായ പ്രിസൈഡിംഗ് ഓഫീസർ, ഫസ്റ്റ് പോളിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസേഴ്സ് എന്നിവ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സെറ്റിംഗ്സിൽ പോയിട്ട് പോളിംഗ് പാർട്ടി റിസർവ് പെർസെൻറ്റേജ് എത്രയെന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ 3 ഓപ്ഷനുണ്ട്. എൻഷുർ മിനിമം 2 ഫീമെയിൽസ് ഇൻ എ പാർട്ടി, അത് എനേബിൾ ആക്കാം. മെയിൽ എംപ്ലോയി പ്രിഫേർഡ് ഫോർ പോളിംഗ് ഫോർമേഷൻ, അത് ആവശ്യമെങ്കിൽ എനേബിൾ ആക്കാം. ഇഗ്നോർ PRO ആൻഡ് ഫസ്റ്റ് പോളിംഗ് ഓഫീസർ ഫ്രം സെയിം ഓഫീസ് ഡ്യൂറിംഗ് പാർട്ടി ഫോർമേഷൻ, അതും വേണമെങ്കിൽ എനേബിൾ ആക്കി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. റാൻഡമൈസേഷൻ ചെയ്യുന്നതിനായി റാൻഡമൈസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കൺഫർമേഷൻ ചോദിക്കും, യെസ്. ഇവിടെ റാൻഡമൈസേഷന്റെ സ്റ്റാറ്റസ് കാണിക്കുന്നതാണ്. ഇല്ല എങ്കിൽ പ്രോസസ് ലോഗ് ക്ലിക്ക് ചെയ്യുക. പ്രോസസ് ലോഗിൽ ഓരോ ബ്ലോക്കിലേക്കും പോസ്റ്റിംഗ് നടക്കുന്നതിന്റെ ഡിസ്ക്രിപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. പ്രോസസ് ലോഗിൽ ഓരോ പാർട്ടി ഫോം ചെയ്യുന്നതിന്റെയും ഡിസ്ക്രിപ്ഷൻ കാണാവുന്നതാണ്. റാൻഡമൈസേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആകുമ്പോൾ പോളിംഗ് പാർട്ടി അലോക്കേഷൻ സക്സസ്ഫുൾ, റാൻഡമൈസേഷൻ കംപ്ലീറ്റഡ് എന്നൊരു മെസ്സേജ് ഗ്രീൻ കളറിൽ കാണാൻ സാധിക്കുന്നതാണ്. ശേഷം ഡാഷ്ബോർഡിൽ പോയി സെക്കൻഡ് റാൻഡമൈസേഷൻ എടുക്കുമ്പോൾ വ്യൂ സമ്മറി കാണാൻ സാധിക്കുന്നതാണ്. സമ്മറിയിൽ ഓരോ ലോക്കൽ ബോഡിയിലേക്കും പോസ്റ്റ് ചെയ്തിട്ടുള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റാറ്റസ് എല്ലാം സക്സസ് ആണ്. എത്ര വട്ടം വേണമെങ്കിലും ഫ്രീസ് ചെയ്യുന്നതിന് മുന്നേ റാൻഡമൈസേഷൻ ചെയ്യാവുന്നതാണ്. ഓരോ വട്ടവും റീസെറ്റ് ചെയ്തതിന് ശേഷം റാൻഡമൈസേഷൻ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് റാൻഡമൈസേഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വ്യൂ പോളിംഗ് പാർട്ടി എടുക്കുക. വ്യൂ പോളിംഗ് പാർട്ടി നോക്കുമ്പോൾ ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും പോസ്റ്റിംഗ് ലഭ്യമായിട്ടുള്ള പോളിംഗ് ടീമിനെ കാണാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തെ പോളിംഗ് പാർട്ടി അസൈൻ ചെയ്തിരിക്കുന്നത് മുനിസിപ്പാലിറ്റിയിലെ 3ാമത്തെ വാർഡിലെ 1ാമത്തെ പോളിംഗ് സ്റ്റേഷനിലേക്കാണ്. രണ്ടാമത്തെ പോളിംഗ് ടീം 17ാമത്തെ വാർഡിലെ 1ാമത്തെ പോളിംഗ് സ്റ്റേഷനിലേക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. 3ാമത്തെ ടീം റിസർവ് ആയിട്ടാണ് അസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്നും ഓരോ പോളിംഗ് ടീമിനെയും ഏതൊക്കെ പോളിംഗ് സ്റ്റേഷനിലേക്കാണ് അസൈൻ ചെയ്തിരിക്കുന്നതെന്നും റിസർവ് ടീം ഏതൊക്കെയാണെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. വ്യൂ സമ്മറി നോക്കുമ്പോൾ എല്ലാ ഡീറ്റെയിൽസും ഓക്കെ ആണെങ്കിൽ റാൻഡമൈസേഷൻ ഫ്രീസ് ചെയ്യാവുന്നതാണ്. ഫ്രീസ് ചെയ്ത ശേഷം വ്യൂ സമ്മറി മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. റാൻഡമൈസേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം പബ്ലിഷ് സെക്കൻഡ് അപ്പോയിന്റ്മെന്റ് ഓർഡർ എനേബിൾ ആക്കാവുന്നതാണ്. സെക്കൻഡ് ഓർഡർ പബ്ലിഷ് ചെയ്താൽ മാത്രമേ കൺസേൺഡ് ലോക്കൽ ബോഡിക്കും ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ എംപ്ലോയീസിന്റെയും പ്രൊഫൈലിൽ പോസ്റ്റിംഗ് ഓർഡർ ലഭ്യമാവുകയുള്ളൂ. റിപ്പോർട്ടിൽ വന്ന് സെക്കൻഡ് റാൻഡമൈസേഷൻ ബ്ലോക്ക് വൈസ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഫൈനൽ പോസ്റ്റിംഗ് ഓർഡർ അഥവാ സെക്കൻഡ് റാൻഡമൈസേഷൻ ഒരു പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. ഇവിടെ ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഡൗൺലോഡ് ചെയ്ത ശേഷം ആ PDF വ്യൂ ചെയ്യണമെങ്കിൽ ഈ പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഡൗൺലോഡ് ചെയ്ത PDF വ്യൂ ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത സമയത്ത് സെറ്റ് ചെയ്ത പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് സെക്കൻഡ് പോസ്റ്റിംഗ് ഓർഡർ. ഇതിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള കവറിംഗ് ലെറ്റർ ഉണ്ടാവും. അതോടൊപ്പം ഒരു അക്നോളജ്മെന്റ് റെസിപ്റ്റും ഉണ്ടായിരിക്കുന്നതാണ്. നെക്സ്റ്റ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡ്യൂട്ടി ലഭ്യമായിട്ടുള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസും അവിടെ പോസ്റ്റിംഗ് ഓർഡറും ഉണ്ടായിരിക്കുന്നതാണ്. പോസ്റ്റിംഗ് ഓർഡറിൽ എംപ്ലോയി ഉൾപ്പെടുന്ന പാർട്ടി നമ്പർ, ലോക്കൽ ബോഡി, പോളിംഗ് സ്റ്റേഷൻ കൂടാതെ മറ്റ് ടീം അംഗങ്ങൾ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് കളക്ഷൻ സെന്റർ ഡീറ്റെയിൽസും റൂട്ട് ആൻഡ് കൗണ്ടർ മാപ്പിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസും പോസ്റ്റിംഗ് ഓർഡർ ലഭ്യമാവുന്നതാണ്. റിപ്പോർട്ട് നോക്കാം. ഫസ്റ്റ് റിസർവ് ഓഫീഷ്യൽസ്. ലോക്കൽ ബോഡി ചൂസ് ചെയ്ത് കൊടുക്കുക, പോളിംഗ് ഡ്യൂട്ടി ചൂസ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഓരോ ലോക്കൽ ബോഡിയുടെ അണ്ടറിലും റിസർവ് കാറ്റഗറിയിലുള്ള എംപ്ലോയീസിനെ നമുക്ക് ഇതിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് ID കാർഡ്. ഫസ്റ്റ് ലോക്കൽ ബോഡി ചൂസ് ചെയ്ത് കൊടുക്കുക. പാർട്ടി നമ്പർ വെച്ചിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഇപ്പോൾ 1 to 100 കൊടുത്തു കഴിഞ്ഞാൽ 1 മുതൽ 100 വരെയുള്ള പാർട്ടി നമ്പറിൽ എല്ലാ എംപ്ലോയീസിൻ്റെയും ID കാർഡ് ഡൗൺലോഡ് ചെയ്ത് വരുന്നതാണ്.
ഞാനിപ്പോൾ 1 മുതൽ 10 വരെയുള്ള പാർട്ടി നമ്പേഴ്സാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഓരോ എംപ്ലോയിയുടെയും ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്ത് വരുന്നതാണ്. എംപ്ലോയി ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മാത്രമേ ഐ ഡി കാർഡിൽ ഫോട്ടോ ഉണ്ടാകത്തുള്ളൂ. DOയുടെ ഫാക്സിമിലിയോട് കൂടിയ ഒരു ഐ ഡി കാർഡായിരിക്കും ജനറേറ്റ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് ഫോം 14 ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പോസ്റ്റിംഗ് ഓർഡറാണ്, ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. പെൻഡിങ് ലിസ്റ്റ്. ഫസ്റ്റ് റാൻഡമൈസേഷൻ അല്ലെങ്കിൽ സെക്കൻഡ് റാൻഡമൈസേഷൻ കഴിഞ്ഞ് ഏതെങ്കിലും എംപ്ലോയി ബാങ്ക് ഡീറ്റെയിൽസ്, എപ്പിക് നമ്പർ, എംപ്ലോയിയുടെ ഫോട്ടോ, എൻറോൾ അപ്ഡേഷൻ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോക്കിയത് ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്യാത്തവരുടെ ലിസ്റ്റാണ്. ഇത്രയും എംപ്ലോയീസ് അപ്ഡേറ്റ് ചെയ്തില്ല. അവരുടെ മൊബൈൽ നമ്പർ ഉണ്ടാവും. എംപ്ലോയീസിനെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ഇ-റോൾ ലോക്കൽ ബോഡി നോട്ട് ഇൻ ഡിസ്ട്രിക്ട് എംപ്ലോയീസ് റിപ്പോർട്ട്. എംപ്ലോയീസ് ഇ-റോൾ ഡേറ്റാസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ ലിസ്റ്റ് ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പോളിംഗ് സ്റ്റേഷൻ വേഴ്സസ് പോളിംഗ് ഓഫീസേഴ്സ്. ഓരോ ലോക്കൽ ബോഡിയിലെയും പോളിംഗ് ഡ്യൂട്ടി പ്രിസൈഡിംഗ് ഓഫീസർ, ലിസ്റ്റ് ഓഫീസേഴ്സ് കൊടുത്ത ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും പ്രിസൈഡിംഗ് ഓഫീസറായി പോസ്റ്റിംഗ് ലഭ്യമായിട്ടുള്ള എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് കാണാവുന്നതാണ്. നെക്സ്റ്റ് പോളിംഗ് സ്റ്റേഷൻ വേഴ്സസ് പാർട്ടി നമ്പർ. അതും ലോക്കൽ ബോഡി ചൂസ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത ഓരോ പോളിംഗ് സ്റ്റേഷനും ആ പോളിംഗ് സ്റ്റേഷനിലേക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ള പാർട്ടി നമ്പറും മനസ്സിലാക്കാവുന്നതാണ്. നെക്സ്റ്റ് പോളിംഗ് സ്റ്റേഷൻ PRO ഡീറ്റെയിൽസ്. ഓരോ ലോക്കൽ ബോഡിയിലെയും പ്രിസൈഡിംഗ് ഓഫീസേഴ്സിന്റെ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് പോസ്റ്റൽ ബാലറ്റിനുള്ള അപേക്ഷയും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് അറ്റൻഡൻസ് റിപ്പോർട്ടിൽ ഇലക്ഷൻ ഡ്യൂട്ടി അറ്റൻഡൻസും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഡ്യൂട്ടി ലഭ്യമായിട്ടുള്ള എല്ലാ എംപ്ലോയീസിന്റെയും അറ്റൻഡൻസ് ഷീറ്റും ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓർഡർ സെർവ് എന്ന മെനു വഴി സെക്കൻഡ് പോസ്റ്റിംഗ് ഓർഡർ സെർവ് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂഷനെയും സെർവ് ചെയ്യാത്ത ഇൻസ്റ്റിറ്റ്യൂഷനെയും ഫൈൻഡ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് അഡ്ക്വിറ്റൻസ് റിപ്പോർട്ട്. ഓരോ ബ്ലോക്കിലെയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെയും RO ലോഗിനിൽ നിന്നും ട്രെയിനിങ്ങിന്റെ അറ്റൻഡൻസും അതുപോലെ തന്നെ ഇലക്ഷൻ ഡ്യൂട്ടിയുടെ അറ്റൻഡൻസും മാർക്ക് ചെയ്തതിന് ശേഷം ഇലക്ഷൻ ഡ്യൂട്ടി അക്വിറ്റൻസ് DOയുടെ ലോഗിനിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ട്രെയിനിങ് അറ്റൻഡൻസ് മാർക്കിംഗ് നോട്ട് കംപ്ലീറ്റഡ് അറ്റ് എന്ന് വെച്ചാൽ പനമരം ബ്ലോക്കിലെ RO അറ്റൻഡൻസ് മാർക്കിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അറ്റൻഡൻസ് മാർക്കിംഗ് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ അക്വിറ്റൻസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റിട്ടേണിംഗ് ഓഫീസേഴ്സ് അറ്റൻഡൻസ് മാർക്കിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ DOയ്ക്ക് ഇലക്ഷൻ ഡ്യൂട്ടി അക്വിറ്റൻസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അവരുടെ നെയിം ആൻഡ് അഡ്രസ്സ്, ഡെസിഗ്നേഷൻ, കാറ്റഗറി, നേച്ചർ ഓഫ് ഡ്യൂട്ടി, മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ റെമ്യൂണറേഷൻ എമൗണ്ട് എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. ഓരോ എംപ്ലോയിക്കും റെമ്യൂണറേഷൻ ലഭ്യമാകുന്നത് അവരുടെ ഡ്യൂട്ടി നേച്ചറിന് അനുസരിച്ചായിരിക്കും. അക്വിറ്റൻസ് ഷീറ്റ് PDF ആയും അതുപോലെ Excel ആയും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. Excel ആയി ഡൗൺലോഡ് ചെയ്യുമ്പോൾ അത് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. പാസ്വേഡ് എൻ്റർ ചെയ്താൽ മാത്രമേ ഡൗൺലോഡ് ചെയ്യുന്ന ഈ ഫയല് ഓപ്പൺ ആയി വരത്തുള്ളൂ. ഇതൊരു Excel ഷീറ്റിലാണ് ഡൗൺലോഡ് ആയി വരുന്നത്. അതുപോലെ അറ്റൻഡൻസ് റിപ്പോർട്ടിൽ ഇലക്ഷൻ ഡ്യൂട്ടി അറ്റൻഡൻസ് റിസർവ് എന്നിവ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ് മെസ്സേജിംഗ്. SMS പ്രിപ്പറേഷൻ എന്ന ടാബ് വഴി SMS ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് റാൻഡമൈസേഷൻ കഴിയുമ്പോഴും സെക്കൻഡ് റാൻഡമൈസേഷൻ കഴിയുമ്പോഴും എംപ്ലോയീസിനും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും നൽകേണ്ട SMS ഷെഡ്യൂൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. വ്യൂ SMS ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്താൽ SMSന്റെ ടെംപ്ലേറ്റ് കാണാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് പ്രിപ്പയർ SMS. ഇതിൽ SMS കൊടുക്കേണ്ട ഡേറ്റ്, ടൈം, ശേഷം ക്രിയേറ്റ് SMS ടെംപ്ലേറ്റ് കൊടുക്കാം. SMS ഷെഡ്യൂൾ ചെയ്യുന്നത് വഴി ഓട്ടോമാറ്റിക്കലി ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ ആർക്കാണോ SMS റിസീവ് ചെയ്യേണ്ടത് അവർക്ക് ഓട്ടോമാറ്റിക്കലി SMS ലഭ്യമാകുന്നതാണ്. SMS വ്യൂ എടുത്തു കഴിഞ്ഞാൽ SMS റിസീവ് ചെയ്തിട്ടുള്ള എല്ലാ എംപ്ലോയീസിൻ്റെയും ഡീറ്റെയിൽസ്
കാണാൻ സാധിക്കുന്നതാണ്. റിസീവ്ഡ് സ്റ്റാറ്റസും മെസ്സേജ് വ്യൂ ചെയ്ത സ്റ്റാറ്റസും ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇവയാണ് DOയുടെ പ്രൊഫൈൽ വരുന്ന മെയിൻ ആക്ടിവിറ്റീസ്.